Dear friends, today we are going to discuss about methods of depreciation. Especially we are focusing on written down value method. This is the second method of depreciation. In the last class we dealt with straight line method of depreciation. This is the second method of depreciation. Okay, kindly go through the full video for better understanding. Okay. Main contents of today's video. We will discuss meaning of written down value method, features of written down value method, merits and demerits of written down value method, and finally the accounting treatment of written down value method. Method ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മെത്തേഡ് ആയിട്ട് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ മുൻ വീഡിയോ കാണുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന മൂന്നാമത്തെ മെത്തേഡിനെ കുറിച്ച് അറിയണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുക. ഓക്കെ. What is the meaning of written down value method? Under this method, depreciation is charged on the book value of assets. ഇതിലൊരു കൺസെപ്റ്റ് പറയുന്നത് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്. ബുക്ക് വാല്യൂ ഓഫ് ഒരു അസറ്റ്, അസറ്റിന്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓരോ അസറ്റിനും പർച്ചേസ് ചെയ്യുന്ന ഓപ്പണിംഗ് വാല്യൂ ഉണ്ടായിരിക്കാം. അതിനുശേഷം ആ വർഷത്തെ ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. ആ വർഷത്തെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തതിനു ശേഷം ഒരു അസറ്റ് ഉണ്ടായിരിക്കും, ക്ലോസിംഗ് വാല്യൂ. ആ ക്ലോസിംഗ് വാല്യൂ ആയിരിക്കും അതിന്റെ ഓപ്പണിംഗ് വാല്യൂ എന്ന് പറയുന്നത്, അടുത്ത വർഷത്തെ ഓപ്പണിംഗ് വാല്യൂ എന്ന് പറയുന്നത്. ഇതിനെയാണ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ദി ബുക്ക് വാല്യൂ ഓഫ് ദി അസറ്റ്. ഫോർ എക്സാമ്പിൾ, 2015 1,00,000 രൂപയുടെ ഒരു ഫിക്സഡ് അസറ്റ്, ഒരു ചെറിയ മെഷീനറി മേടിച്ചു എന്ന് വിചാരിക്കുക, 1,00,000 രൂപയുടെ 2015. അപ്പൊ ഓപ്പണിംഗ് വാല്യൂ എന്ന് പറയുന്നത് 1,00,000 രൂപ. 2015 ആ അസറ്റിന് 10% ഡിപ്രീസിയേഷൻ ആണ് ചാർജ് ചെയ്യപ്പെടുന്നതെങ്കിൽ 31 ഡിസംബർ 2015 10% ഡിപ്രീസിയേഷൻ 10,000 ചാർജ് ചെയ്യും. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ 2015 31 ഡിസംബറിലെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് ഓർ മെഷീനറി വാല്യൂ ഇൻസൈഡിൽ നമ്മൾ 1 lakh കാണിക്കുന്നു, പ്ലസ് ഡിപ്രീസിയേഷൻ 10,000. ദെൻ ഔട്ടർ കോളത്തിൽ ഡിപ്രീസിയേഷൻ കഴിച്ചതിന് ശേഷം ക്ലോസിംഗ് ബുക്ക് വാല്യൂ എന്ന രൂപത്തിൽ മെഷീനറിയുടെ വാല്യൂ 90,000 കാണിക്കുന്നു. ദാറ്റ് വിൽ ബി ദ ഓപ്പണിംഗ് വാല്യൂ ഓഫ് ദി, അതായത് 2016 ഓപ്പണിംഗ് വാല്യൂ ആയിട്ട് 90,000 ഉണ്ടായിരിക്കും. ദെൻ 2016 അഗെയിൻ 10% ഡിപ്രീസിയേഷൻ എന്തിന്റെ മുകളിൽ, ഓപ്പണിംഗ് ബുക്ക് വാല്യൂവിന്റെ മുകളിൽ കാണിക്കും. ഓപ്പണിംഗ് വാല്യൂ 2016 90,000 ആണ്. ആ വർഷം മുഴുവൻ ഉപയോഗിച്ചു. 31 ഡിസംബറിൽ അഗൈൻ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യപ്പെടുകയാണ് 10%. 90,000 മുകളിൽ 10% ഡിപ്രീസിയേഷൻ 9,000. ദെൻ ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യും, ശ്രദ്ധിച്ചുള്ള ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ 90,000 ഇൻസൈഡ് കോളത്തിലും ലെസ് ഡിപ്രീസിയേഷൻ 9,000. ദെൻ ഔട്ട്സൈഡ് കോളത്തിൽ എന്ത് ചെയ്യും, ടോട്ടൽ കോളത്തിൽ എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ 81,000 കാണിക്കും. ദാറ്റ് വിൽ ബി ദ ക്ലോസിംഗ് വാല്യൂ. ദാറ്റ് വിൽ ബി ദ ഓപ്പണിംഗ് വാല്യൂ ഫോർ 2017. ഇതെന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത്. അപ്പൊ അണ്ടർ ദിസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ദ ബുക്ക് വാല്യൂ ഓഫ് ദി അസറ്റ്. ദെൻ അനദർ, since book value keeps on reducing by the annual charge of depreciation, it is also known as reducing balance method. അപ്പോൾ നമ്മൾ പറഞ്ഞു 1,00,000 അവസാനമാകുമ്പോഴേക്കും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10% ഡിപ്രീസിയേഷൻ ആണെങ്കിൽ അതിന്റെ അവസാനം 9,000 റെഡ്യൂസ് ചെയ്താൽ 90,000. നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും 90,000 10% പോയി 9,000. ദെൻ അതിന്റെ അടുത്ത വർഷം ആകുമ്പോൾ 81,000 മൈനസ് 8,100 എങ്ങനെ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്ത് വരും. സിൻസ് ബുക്ക് വാല്യൂ കീപ്സ് ഓൺ റെഡ്യൂസിംഗ് ബൈ ആനുവൽ ചാർജ് ഓഫ് ഡിപ്രീസിയേഷൻ, ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ്. അതുകൊണ്ട് തന്നെ ഇതിനെ റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ്. സോ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്, ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റെഡ്യൂസസ് ഇയർ ആഫ്റ്റർ ഇയർ. ഓരോ ഇയറിലും എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഓരോ വർഷവും അസറ്റിന്റെ ബുക്ക് വാല്യൂ ഇയർ ബൈ ഇയറിൽ റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. This method involves application of a predetermined proportion or percentage of the book value of the asset at the beginning of every accounting period so as to calculate the amount of depreciation.
ഓരോ വർഷവും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓപ്പണിംഗ് ബുക്ക് വാല്യൂവിന്റെ സർട്ടൻ പെർസെൻറ്റേജ് ആയിട്ടോ പ്രൊപ്പോർഷൻ ആയിട്ടോ എന്ത് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്ത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട് അസറ്റ് വാല്യൂ റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഓരോ അസറ്റിന്റെയും ഓപ്പണിംഗ് വാല്യൂവിൽ നിന്നാണ് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വർഷത്തിന്റെ ക്ലോസിംഗ് വാല്യൂ എന്തായിരിക്കോ അതായിരിക്കും അടുത്ത വർഷത്തെ ഓപ്പണിംഗ് വാല്യൂ. അതിന് മുകളിലായിരിക്കും അടുത്ത വർഷം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ദിസ് പ്രോസസ് വിൽ കണ്ടിന്യൂ. ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ. For example, the original cost of the asset is rupees 2 lakh and depreciation is charged as at the rate 10% per annum at written down value method. The amount of depreciation will be computed as follows. Depreciation amount charge ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. 2 ലക്ഷം രൂപ വിലയുണ്ട്, 10% പെർ ആനത്തിൽ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്താൽ ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 2 lakh into 10/100 is equal to 20,000 ആയിരിക്കും ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ. ദെൻ ഫസ്റ്റ് ഇയറിന്റെ ക്ലോസിംഗ് ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് closing balance? It is 2 lakh minus 20,000 is equal to 1,80,000 will be the closing value of the particular asset. Then for the second year, depreciation will be charged on the opening value. Opening value will be the value of the particular asset at the end of the previous year. അപ്പോൾ ഈ previous yearലെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും നെക്സ്റ്റ് ഇയറിന്റെ ഓപ്പണിംഗ് വാല്യൂ എന്ന് പറയുന്നത്. 1,80,000 into 10/100 is equal to 18,000 will be the depreciation for second year. സെക്കൻഡ് ഇയറിൽ 18,000 ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സെക്കൻഡ് ഇയറിന്റെ ക്ലോസിംഗ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഇയർ 1,80,000 minus 18,000 depreciation is equal to 1,62,000. Then depreciation for third year will be 1,62,000 into 10/100 is equal to 16,200. Then written down value for the end of the year will be 1,16,000 minus 16,200 is equal to 1,45,800 rupees. So please look at the figures. First year depreciation 20,000, second year depreciation 18,000, third year depreciation 16,200. So depreciation amount, rate of depreciation is reducing and also the book value is reducing. Book value 2 lakh to 1,80,000 to 1,62,000 to 1,45,800. So it is known as diminishing rate of return, reducing installment method, etc. So let us plot the same figure into a chart or graph. ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രാഫ് ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ എങ്ങനെ വരും എന്ന്. It is some facts relating to written down value. The amount of depreciation is goes on reducing year after year, reducing installment method. It is diminishing value method. It is calculated by rate of depreciation calculated by 1 minus n root of s by c into 100. Then also the depreciation charge will be recovered in the initial year. First years തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രീസിയേഷന്റെ ചാർജ് അല്ലെങ്കിൽ വലിയ എമൗണ്ട് തന്നെ റിക്കവർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. അസംഷൻ ദാറ്റ് ദ ബെനിഫിറ്റ് accruing to business from asset keeps on diminishing as the asset become old. Asset ഓൾഡ് ആവുന്നതോടും അതിന്റെ പ്രവർത്തനക്ഷമത കുറയും, ഉപയുക്തത യൂട്ടിലിറ്റി കുറയും എന്നുള്ളതാണ്. പക്ഷേ യൂട്ടിലിറ്റി അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനക്ഷമത എഫിക്കസി കുറയുന്നതിനോടനുസരിച്ച് തന്നെ അതിന്റെ ഡിപ്രീസിയേഷൻ കുറയപ്പെടുന്നുണ്ട്. അപ്പോൾ റേഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് എന്ത്, റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള സമയം ഏറ്റവും കൂടുതൽ ഡിപ്രീസിയേഷനും കുറഞ്ഞ ഉപയോഗ സമയമുള്ള സമയത്ത് ഏറ്റവും കുറഞ്ഞ ഡിപ്രീസിയേഷനുമാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡിപ്രീസിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ് എന്നുള്ള ഈ ഒരു ഇമേജ് കൃത്യമായി നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെങ്കിൽ, which means you have a better understanding regarding written down value method. Okay. Depreciation rate under
written down value method. Okay, how to calculate? R is equal to 1 minus n root of s by c into 100. Here R is equal to rate of depreciation, n is equal to expected useful life, s is equal to scrap value, c is equal to cost of an asset. For example, the original cost of the truck is equal to 9 lakh and its net salvage value or scrap value is after 16 years of useful life is rupees 50,000. Then the appropriate rate of depreciation will be computed as follows. അപ്പോൾ ശ്രദ്ധിച്ചോളാം, 9 ലക്ഷം രൂപ വിലയുള്ള ഒരു ട്രക്ക് 16 വർഷം ഉപയോഗിച്ച് 16ാമത്തെ വർഷത്തിന്റെ എൻഡിൽ 50,000 രൂപയ്ക്ക് വിൽക്കുകയാണ് എങ്കിൽ ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ പ്രകാരം നമ്മൾ അതിന്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. 1 minus 16 number of years, root of salvage value scrap value divided by cost 9 lakh into 100. ഇത് ചെയ്തു കഴിഞ്ഞാൽ we will get 16.6% will be the rate of depreciation for the particular asset, that is truck. Okay. To discuss about merits and demerits of written down value method. Merits and demerits of written down value method. First of all, merits. This method is based on a more realistic assumption. ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻ. എന്തുകൊണ്ടാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത്? ഉപയോഗക്ഷമത കൂടുതലുള്ള സമയത്തിൽ കൂടുതൽ ഡിപ്രീസിയേഷനും ഉപയോഗം കുറയുന്ന സമയത്ത് കുറഞ്ഞ ഡിപ്രീസിയേഷനുമാണ് ചാർജ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് more realistic assumption. Second one, it results into almost equal burden depreciation and repair expenses. ഈ ഒരു പർട്ടിക്കുലർ അസറ്റിന് പ്രത്യേകിച്ച് മെഷീനറി ആണെങ്കിൽ എന്തുണ്ടായിരിക്കാം? റിപ്പയർ എക്സ്പെൻസസ് ഉണ്ടായിരിക്കാം. ഫസ്റ്റ് ഇയറിൽ ശ്രദ്ധിച്ചോളുക, തുടക്കത്തിൽ നിന്ന് വലിയ റിപ്പയറുകളും മെയിൻ്റനൻസും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ലാസ്റ്റ് ആകുമ്പോഴേക്കാണ് റിപ്പയറും മെയിൻ്റനൻസും എന്ത് ചെയ്യുന്നത് കൂടുതൽ. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ടും റിപ്പയർ എക്സ്പെൻസും കമ്പയർ ചെയ്യുമ്പോൾ റിപ്പയർ എക്സ്പെൻസ് കൂടുതലും ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യരുത്, കുറവും വരരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവിക്കുക. ഡിപ്രീസിയേഷൻ കൂടുതലും സ്റ്റാർട്ടിങ്ങിൽ ഡിപ്രീസിയേഷൻ കൂടുതലും റിപ്പയർ എക്സ്പെൻസ് കുറവുമായിരിക്കും. ഏറ്റവും അവസാനം എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും, റിപ്പയർ എക്സ്പെൻസ് എന്ത് ചെയ്യും, കൂടുതലും ഡിപ്രീസിയേഷൻ കുറവും ആയിരിക്കും. അപ്പോൾ റിപ്പയർ എക്സ്പെൻസ് എപ്പോഴും എന്ത് ചെയ്യരുത്, ഡിപ്രീസിയേഷനെ അഫക്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇറ്റ്സ് റിസൾട്ട്സ് ഇൻ ടു ഓൾമോസ്റ്റ് ഈക്വൽ ബർഡൻ ഓഫ് ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയർ എക്സ്പെൻസ്. ഏകദേശം ഒരേ റേഞ്ചിൽ രണ്ടും എന്ത് ചെയ്യണം, പോയിക്കൊള്ളണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. Then Income Tax Act accepts this method for tax purpose. ടാക്സ് പർപ്പസിന് വേണ്ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടുള്ള മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ് എന്നുള്ളതാണ്. As a large portion of the cost is written off earlier year, loss due to obsolescence get reduced. For example, ഈ ഒരു അസറ്റ് വലിയ വാല്യൂ ഉള്ള അസറ്റാണ്, അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന രീതിയിൽ നമ്മൾ ആദ്യത്തെ ഒരു 5-6 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ട് തന്നെ വലിയ എമൗണ്ട് ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ വാല്യൂവിൻ്റെ ഗ്രോസ് വാല്യൂയുടെ 70% എന്ത് ചെയ്യും, ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ അത് റിട്ടേൺ അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, അതിനുശേഷമുള്ള പീരീഡിൽ അതിനേക്കാൾ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ടെക്നോളജിക്കലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പുതിയ മെഷീൻസ് വന്നു കഴിഞ്ഞാൽ ഈ അസറ്റ് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കാലഹരണപ്പെടും. ഒബ്സലസൻസ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ഡിപ്രീസിയേഷനെ കുറിച്ച്, ഒബ്സലസൻസിനെ കുറിച്ചൊക്കെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, കാലഹരണപ്പെടും. അപ്പോൾ കാലഹരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ അസറ്റ് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും നമ്മൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ റൈറ്റ് ഓഫ് ചെയ്തിട്ട് ആ എമൗണ്ട് കീപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഈ ഒരു റീസൺസ് എല്ലാം ഉള്ളത് കൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്, മോർ റിയലിസ്റ്റിക് അസംഷൻ എന്ന് പറയാനുള്ള കാരണം. ആസ് ഡിപ്രീസിയേഷൻ ഇസ് കാൽക്കുലേറ്റഡ്, ഡിമെറിറ്റ്സ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും നമ്മൾ ഇതിൻ്റെ പ്രോസ് പറഞ്ഞു. ഇനി നമ്മൾ കോൺസ് ഓർ ഡിമെറിറ്റ്സ് ഓർ ഡിസഡ്വാൻറ്റേജസ് പറയാൻ പോകുന്നു, നെഗറ്റീവ് സൈഡ്സുകൾ പറയാൻ പോവുകയാണ്. ഓക്കെ, ആസ് ഡിപ്രീസിയേഷൻ ഇസ് കാൽക്കുലേറ്റഡ് അറ്റ് ദ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് റിട്ടൺ ഡൗൺ വാല്യൂ ഡിപ്രീസിയബിൾ ആസ് കോസ്റ്റ് ഓഫ് ദ അസറ്റ് കനോട്ട് ബി ഫുള്ളി റിട്ടൺ ഓഫ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം അതിൻ്റെ അസറ്റിനെ 0 എന്ന രൂപത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയില്ല. എന്താണ്, ഓരോ വർഷവും ഡിമിനിഷിംഗ് ആയി ചെയ്യുന്നുണ്ടെങ്കിലും ഓപ്പണിംഗ് വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. ഓപ്പണിംഗ് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ 10% ആണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. 0 നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, റൈറ്റ് ഓഫ് ചെയ്യാൻ കഴിയില്ല, ഫുള്ളായിട്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ കഴിയില്ല. The value of the asset
can never be zero എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. It is difficult to ascertain suitable rate of depreciation. ഒരു ബ്ലോക്ക് ഓഫ് അസറ്റിന് കൃത്യമായിട്ട് ഒരു certain പെർസെൻറ്റേജ് അല്ലെങ്കിൽ certain റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ കൺസേൺഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്നുള്ളത്. സ്യൂട്ടബിൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഡിമെറിറ്റ്സ്. സോ മെറിറ്റ്സും ഡിമെറിറ്റ്സും we are going to discuss differences between SLM and written down value method. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കും. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കഴിഞ്ഞ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, basis of difference, straight line method, written down value method. First of all, basis of charging depreciation. എന്തിന്റെ മുകളിലാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യപ്പെടുന്നത്? ഒറിജിനൽ മെത്തേഡ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം നമ്മൾ ഒറിജിനൽ കോസ്റ്റിന്റെ മുകളിൽ, ഇപ്പോൾ 2010 മേടിച്ചാണെങ്കിൽ 2020 വരെ ലൈഫ് ഉണ്ടെങ്കിൽ 2010 ആ ഒറിജിനൽ കോസ്റ്റിന്റെ മുകളിൽ തന്നെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യപ്പെടുന്നത്. പക്ഷേ റിട്ടേൺ ഡൗൺ വാല്യൂവിൽ ബുക്ക് വാല്യൂ ആണ്, ദാറ്റ് ഈസ് ഒറിജിനൽ കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ ചാർജ് ടിൽ ഡേറ്റ്. 2010 വാല്യൂ ലെസ് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ, ദെൻ 2011 പുതിയ വാല്യൂ കിട്ടും, ലെസ് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ, കുറച്ച് കഴിഞ്ഞാൽ പുതിയ വാല്യൂ കിട്ടും. ആ വാല്യൂവിലാണ് 2012 അത്തരത്തിൽ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. ബുക്ക് വാല്യൂ മുകളിലാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ഡിഫറൻസ്. രണ്ടാമത്, ആനുവൽ ഡിപ്രീസിയേഷൻ ചാർജ് ടോട്ടൽ ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് ഡിപ്രീസിയേഷൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ആനുവൽ ഡിപ്രീസിയേഷൻ ചാർജും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് ഇയറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫിക്സഡ് കോൺസ്റ്റന്റ് ഇയറിൽ അൺഈക്വൽ ഇയർ ആഫ്റ്റർ ഇയർ ആയിരിക്കും എന്ത് ചെയ്യുക, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ വരുന്നത് എന്നാണ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഡിക്ലൈൻ ഇയർ ആഫ്റ്റർ ഇയർ ഓൾമോസ്റ്റ്, അവിടെ ശ്രദ്ധിച്ചോളാം, ആനുവൽ ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും എന്നുള്ളതാണ്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഫിക്സഡ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഡിക്ലൈൻ ഇയർ ആഫ്റ്റർ ഇയർ ആയിരിക്കും എന്നുള്ളതാണ് ഡിപ്രീസിയേഷന്റെ ചാർജ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ്, അവിടെ ഒരു ലൈൻ സെപ്പറേറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ടോട്ടൽ ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയർ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ് ഡിപ്രീസിയേഷനും റിപ്പയറും. അവ തമ്മിലുള്ള അനുപാതം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ അൺഈക്വൽ ആയിരിക്കും, ഇയർ ആഫ്റ്റർ ഇയർ അൺഈക്വൽ ആയിരിക്കും. പക്ഷേ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഈക്വൽ ആയിരിക്കും, ഇയർ ബൈ ഇയർ ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി റെക്കഗ്നിഷൻ ബൈ ഇൻകം ടാക്സ് ലോ. ഇൻകം ടാക്സ് ലോ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടുള്ളത് ഏതാണ്? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആണ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം റെക്കഗ്നൈസ്ഡ് ആണ് എന്നുള്ളതാണ്. അനദർ വൺ സ്യൂട്ടബിലിറ്റി ആണ്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എപ്പോഴാണ്, ഏത് സാഹചര്യങ്ങളിലാണ് സ്യൂട്ടബിൾ? ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ അസറ്റ്സ് ഇൻ വിച്ച് റിപ്പയർ ചാർജസ് ആർ ലെസ്, ദ പോസിബിലിറ്റി ഓഫ് ആൻഡ് ഒബ്സലസൻസ് ഇസ് ലോ, സ്ക്രാപ്പ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ടൈം പീരിയഡ് ഇൻവോൾവ്. ഇത്രയും സാഹചര്യങ്ങളിലാണ് പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് യൂസ്ഫുൾ ആയിട്ട്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ അസറ്റ്സ് which are affected by technological changes and require more repair expenses with passage of time. കാലങ്ങൾ കഴിയുന്തോറും, പാസേജ് ഓഫ് ടൈം കഴിയുന്തോറും റിപ്പയർ എക്സ്പെൻസ് കൂടുകയും ടെക്നോളജിക്കൽ പെട്ടെന്ന് ചേഞ്ച് ആവുകയും ചെയ്യുന്ന അസറ്റുകൾക്ക് ഏറ്റവും നല്ലത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു ഡിഫറൻസസ്? ചാർജിങ് ഡിപ്രീസിയേഷൻ ഒറിജിനൽ കോസ്റ്റ് ആണ്, ബുക്ക് വാല്യൂ ആണ്. ആനുവൽ ഡിപ്രീസിയേഷൻ ചാർജ് വന്ന് ഫിക്സഡ് ആയിരിക്കും സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിക്ലൈൻ ഇയർ ആഫ്റ്റർ ഇയർ ആയിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയർ ചാർജ് ചെയ്യുന്നത് അൺഈക്വൽ ആയിരിക്കും ഇയർ ആഫ്റ്റർ ഇയർ. അതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഓൾമോസ്റ്റ് ഈക്വൽ എവരി ഇയർ ആയിരിക്കും. ഇൻകം ടാക്സ് റെക്കഗ്നീഷൻ നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ഫോർ ദി സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. Return down value method is recognized by income tax authority. Suitability. It is suitable for assets in which appear repair charges are less. Repair charge lessum അതുപോലെ തന്നെ സ്ക്രാപ്പ് വാല്യൂ അത് ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നതിനെയും ഉള്ള അസറ്റുകൾക്ക് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് സ്യൂട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പാസേജ് ഓഫ് ടൈം പ്രകാരം റിപ്പയർ എക്സ്പെൻസ് കൂടുതലും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ചേഞ്ചസ് കൂടുതലും വരുന്ന അസറ്റുകൾക്ക് റിട്ടേൺ ഡൗൺ
the differences between straight line method and written down value method. Now we are going to discuss about accounting treatment. Journal entries is just like us straight line method of when we purchase asset account debtor to cash, when we provide depreciation account debtor to asset, when closing the depreciation or charging depreciation, that is P&L account debtor to depreciation account at the end of sale of scrap, cash account debtor to asset. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും പ്രോബ്ലമായിട്ട് ഉള്ള പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. പുതിയ വീഡിയോസ് പ്രോബ്ലം സൊല്യൂഷൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി താങ്ക് യു.